മഹാഘോരം വിഷം സോടും അശക്തിയാവശ്യം ഈശ്വര ക്രോശനിന്ദരാം ഖിന്ന സ്വാമേവ ശരണം ഗത. വേഗം തന്നെ ഭഗവാൻ ആവിർഭവിക്കുകയും ഇവിടെ പറഞ്ഞു നന്ദികേശ്വരനോട് ആജ്ഞ നൽകിയെന്നാണ്, ആ വിഷം കൊണ്ടുവരൂ എന്നാണ്. അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് നന്ദികേശ്വരൻ ചെന്ന് ആ വിഷത്തെ ഗ്രഹിച്ചു എന്നാണ്. നന്ദികേശ്വരന്റെ കയ്യിൽ അത് നിസ്സാരമായിട്ട് കാണപ്പെട്ടു എന്നാണ്. ഒരു ഞാവൽപ്പഴത്തിന്റെ അത്രയേ ഉള്ളൂ എന്നാണ് പറയുക. അതാണ് ഈ സ്തുതികളിൽ കാണാം, ഭഗവാനെ ഈ കാളകൂട വിഷം, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന വിഷം അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടാൽ സിദ്ധകുടികാവ, ഒന്നുകിൽ അതിനെ ഒരു ചെറിയ ഞാവൽപ്പഴം പോലെ വളരെ കറുത്ത് ചെറിയതായിട്ട്, അല്ലെങ്കിൽ സിദ്ധകുടിക എന്നാണ് ചോദിക്കേണ്ടത്. എന്താ ഈ സിദ്ധകുടിക എന്ന് വെച്ചാൽ, സിദ്ധവൈദ്യന്മാരുടെ കയ്യിൽ കാണാം അവര് പല ഔഷധങ്ങളും ചേർത്ത് അതിനെ ചെറിയ ഗുളിക രൂപത്തിലാക്കി സൂക്ഷിക്കും. അതിനെയാണ് പല ചികിത്സയ്ക്കും കൊടുക്കുക, പല മരുന്നുകൾക്കും രോഗങ്ങൾക്കും ഔഷധമായിട്ട് കൊടുക്കുക. സിദ്ധകുടിക വളരെ ചെറിയ, അങ്ങനെ കാഴ്ചയിൽ വളരെ ചെറുതായിട്ടുള്ള ഒന്നാണ് ഇപ്പോ ഈ നന്ദികേശ്വരന്റെ കയ്യിൽ, ഭഗവാന്റെ പാർഷദനായിട്ടുള്ള ഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ആ നന്ദികേശ്വരന്റെ കയ്യിൽ അതങ്ങനെ കാണപ്പെട്ടു എന്ന് പറയുകയാണ്. അത് സ്വീകരിച്ചു ഭഗവാൻ. എന്നിട്ടാണ് തന്റെ സമീപത്ത് നിൽക്കുന്ന ജഗദംബികയെ ഒന്ന് കടാക്ഷിച്ചുകൊണ്ട് വിഷം പീത്വാ നാരംഗവ്യഞ്ജനം മൃത്യും മഹാഗ്രാസായ ശൂലിന സ്വതന്ത്രശക്തേ തൽകണ്ഠേ ശുദ്ധസ്ഫടിക സന്നിഭേ സ്തംഭയാതു വിഷം ഘോരം അലങ്കാരസ്തവാത്ഭുത ദേവാനാം വിഷദഗ്ധാനാം അസ്മാകം ഭവത പ്രഭോ. വിഷം പീത്വാ കൃതാരക്ഷ നജ വിസ്മര്യതേ തഥാ ഇത്യാദി വചനാന്യേതേ തഥാ പ്രാഹു പ്രജാപതേ തഥേതി തൽഗളേ ശംഭുസ്തംഭയാമാസ ലീലയാ. എല്ലാവരും ഒന്ന് കടാക്ഷിച്ചുകൊണ്ട് ആ ജഗദംബികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ ആ വിഷത്തിനെ പാനം ചെയ്തു. അങ്ങനെ ആ വിഷം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ കഴുത്തിന്റെ ഭാഗത്തൊക്കെ നീല നിറമായി കാണപ്പെട്ടു എന്നാണ്. കർപ്പൂരം പോലെ ദിവ്യമായ ശോഭയോടുകൂടിയ ആ ദേഹം കഴുത്തിലൊക്കെ നീല നിറം ആയിട്ട് കാണപ്പെട്ടു. അപ്പൊ ദേവന്മാര് സ്തുതിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്, ഭഗവാനെ അങ്ങയുടെ ഉള്ളിൽ അനേകം ബ്രഹ്മാണ്ടങ്ങൾ വർദ്ധിക്കുന്നുവല്ലോ, ഈ വിഷം ഉള്ളിലേക്ക് ചെന്നാൽ ആ ബ്രഹ്മാണ്ടങ്ങളൊക്കെ നശിച്ചു പോകുമല്ലോ, അതുകൊണ്ടാണ് അത് തന്റെ കണ്ഠത്തിൽ നിർത്തി എന്നാണ്, അവിടെ സ്തംഭിപ്പിച്ചു അതിനെ എന്നാണ്. അന്നു മുതലാണ് ശിതികണ്ഠൻ, നീലകണ്ഠൻ, ശ്രീകണ്ഠൻ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ മഹാദേവന്റെ, ആ ശ്രീപരമേശ്വരന്റെ, പശുപതിയുടെ മഹിമ എങ്ങനെയാണ് വർണ്ണിക്കാൻ കഴിയുക? എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും കൂടി വീണ്ടും സ്തുതിച്ചു. പശൂനാം പതയേ തുഭ്യം ദേവാനാം പ്രാണദായിനെ പ്രാണേശ്വരായ രുദ്രായ നമസ്തേ കൃത്യവാസസേ അദ്യ പ്രഭൃതി ലോകോയം ഭഗവന്തം മഹേശ്വരം ത്വാം വിജാനാദു സതതം നീലകണ്ഠ ദയാനിധേ. ഇനി നിങ്ങൾ പാലാഴിമഥനം തുടർന്നോളൂ, നിങ്ങൾക്ക് അമൃത് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. പിന്നീടാണ് ആ പാലാഴിമഥനം നടന്നതും അതിനുശേഷമാണ് അമൃത് സ്വീകരിച്ചു എന്നൊക്കെയുള്ള കഥ പറയുന്നത്. പിന്നെ മറ്റൊരു സന്ദർഭം പറയുകയാണ്. അപ്പൊ പല സന്ദർഭങ്ങളിലായി
ശിവമഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കഥകളെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അടുത്തതായിട്ട് പറയുന്നത് ബ്രഹ്മാവിനും വിഷ്ണുവിനും മുന്നിൽ അവതരിച്ച ദർശനം കൊടുത്തതായിട്ടുള്ള ആ ഒരു സന്ദർഭമാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവിനും വിഷ്ണുവിനും തമ്മിൽ ഒരു തർക്കമുണ്ടായി എന്ന് പറയുകയാണ്. അപ്പൊ ഇതിന്റെ സൃഷ്ടാവായിട്ട് അറിയപ്പെടുന്നത് ബ്രഹ്മാവാണ്. ജഗത്തിന്റെ സൃഷ്ടാവും പാലകനും ലയകാരകനും ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒടുവിൽ എന്താവുന്നു? ഈ ബ്രഹ്മാവിന്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് എന്നാണ്. അത് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. ഒടുവിൽ അരുണാചല ആവിർഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ബ്രഹ്മാവ് ചെയ്തതായിട്ടുള്ള ഒരു അസൽക്കർമ്മം ശ്രേഷ്ഠനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കളവ് പറഞ്ഞു എന്നാണ്. തെറ്റായ രീതിയിൽ തൻ്റെ ശ്രേഷ്ഠതയെ സ്ഥാപിക്കാൻ പരിശ്രമിച്ചു. അതുകൊണ്ടാണ് മഹാദേവൻ തന്നെ ഭൈരവ രൂപത്തിൽ ആവിർഭവിച്ച് തൻ്റെ അംശമായിട്ട് ഭൈരവരൂപേണ ആവിർഭവിച്ചിട്ട് ആ ബ്രഹ്മാവിന്റെ ശിരസിനെ ഖണ്ഡിച്ചു, ശിരസിനെ ഛേദിച്ചു എന്ന് പറഞ്ഞത്. അതാണ് ബ്രഹ്മകപാലം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് കയ്യില് ഒരു കപാലത്തെ ധരിച്ചിരിക്കുന്നുണ്ട്. അത് ബ്രഹ്മശിരസാണ് എന്ന് ഒരു കഥ പറയാറുണ്ട്. അപ്പോൾ അന്നു മുതലാണ് ബ്രഹ്മാവ് ചതുർമുഖനായി മാറിയത് എന്നും അതിനു മുൻപ് 5 മുഖമുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ ഭൈരവമൂർത്തിക്ക് ബ്രഹ്മശിരസിനെ ഛേദിച്ചതോടുകൂടി ബ്രഹ്മഹത്യ എന്നുള്ള ആ പ്രവൃത്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ബ്രഹ്മഹത്യ പാപം പിടിവിട്ടു എന്നും പിന്നീട് അത് തീർക്കുവാൻ വേണ്ടിയിട്ടാണ് കാശിയിൽ എത്തിച്ചേർന്നു എന്നാണ്. ശിവപുരാണത്തിൽ കാശി മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കഥ സൂചിപ്പിക്കും. അപ്പൊ ഇത് എത്രയായിട്ടും ഈ ബ്രഹ്മകപാലം, ആ ബ്രഹ്മശിരസ് അത് കയ്യിൽ നിന്ന് പോകുന്നില്ല, ഛേദിച്ചു. അത് കയ്യിലങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നതായ ഒരു അവസ്ഥയായി. അപ്പൊ ഇതെന്ത് ചെയ്തിട്ടും വിട്ടുപോകുന്നില്ല. അങ്ങനെ പലയിടങ്ങളിലും സഞ്ചരിച്ച ഒടുവിൽ കാശിയിൽ എത്തിച്ചേരുമ്പോഴാണ് അത് വിട്ടുപോയത് എന്നാണ്. കാശി മാഹാത്മ്യം, ബ്രഹ്മഹത്യാദി പാപങ്ങളെ പോലും ഇല്ലാതെയാക്കാൻ ഈ കാശി, ആ വാരാണസീപുരിക്ക് ഒരു പ്രഭാവമുണ്ട് എന്ന് ശിവപുരാണത്തിൽ കാണാം. അപ്പൊ ആ ഒരു ബ്രഹ്മാവിന്റെ ഗർവിനെ ശമിപ്പിച്ചതായിട്ടുള്ള ആ ഒരു ചരിത്രവും ഇവിടെ സൂചിപ്പിച്ചു. ഭസ്മം അത് ശരീരം മുഴുവനും അങ്ങനെ വാരിയിട്ട് വെതറുകയാണ് ചെയ്യുക. അങ്ങനെ ശരീരത്തില് പൂർണ്ണമായിട്ടും എല്ലാ അംഗങ്ങളിലും ഈ ഭസ്മം ഉദ്ധൂടന വിധി അനുസരിച്ച് ധരിക്കുന്നു. അങ്ങനെ ഒരു കൽപ്പം കഴിയുന്നത് വരെ, ഒരു കൽപ്പത്തിന്റെ അവസാനം, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കൽപ്പം. ഇപ്പൊ ബ്രാഹ്മകൽപ്പം, പാത്മകൽപ്പം, വാരാഹകൽപ്പം. ഭഗവാൻ മഹാവിഷ്ണു വരാഹ അവതാരത്തെ സ്വീകരിച്ചതായതുകൊണ്ട് ആ കൽപ്പത്തിന് വാരാഹകൽപ്പം എന്ന് പേര്. ബ്രഹ്മാവ് ആവിർഭവിച്ചതായ കൽപ്പം, ബ്രഹ്മസൃഷ്ടി ആരംഭിച്ച കൽപ്പം ബ്രാഹ്മകൽപ്പം. ഇങ്ങനെ തുടങ്ങിയിട്ട് കൽപ്പങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കൽപ്പം അവസാനിക്കുന്ന സമയത്ത് സകലതിനെയും സംഹരിച്ച് ഭസ്മരൂപേണ ധരിക്കുകയും ആ കൽപ്പത്തിന്റെ ആ ഒരു കാലാവധി, അല്ലെങ്കിൽ എത്ര വരെയാണോ കൽപ്പം അത് പൂർത്തിയാവുന്നതുവരെ എല്ലാ
സ്വേച്ഛയായിട്ട് ഇതിനെ മുഴുവൻ ധരിക്കുന്നു എന്നാണ്. മുണ്ടമാലകളെ ധരിച്ചും അസ്ഥിയെ ധരിച്ചും ഒക്കെ അങ്ങനെ വർത്തിക്കുന്നു. ആനന്ദ നൃത്തം ചെയ്യുന്നു എന്നാണ്. ആ സമയത്താണ് മഹാതാണ്ഡവ നൃത്തം എന്ന് പറയുക.